എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടില്ല, രാവിലെ 10 മണി മുതൽ ഒരു 2 മണി വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ റെസിപ്പി വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മോളെ ഒരു 10 മണിയായപ്പോഴത്തേക്കും സ്കൂളിൽ വിട്ടിട്ടുണ്ട്. ആ ഒരു വഴിയാണ് കേട്ടോ ഇത്. പക്ഷേ ഇതിപ്പം രാവിലെ പോകുന്നതല്ല. ഞാൻ ഏതായാലും രാവിലെ കൊണ്ടുവിട്ട് ഞാൻ തിരിച്ച് വന്നതാണ്. അങ്ങനെ തിരിച്ച് വന്ന് മീനൊക്കെ വെട്ടി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് ഏതായാലും റെസിപ്പി വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് എടുക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഉപ്പുള്ള കറി, ഉപ്പില്ലാത്ത കറി, അങ്ങനെ പലതരം വെറൈറ്റികളാണ് കേട്ടോ ഈ ഒരു 2 മണി വരേൻ്റെ ഉള്ളിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മീനൊക്കെ ഞാനിതാ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 അയലയും 2 മത്തിയാണ് കേട്ടോ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ മുളകും തക്കാളിയും പുളിയും ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഒക്കെ കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു തക്കാളിയൊക്കെ ആയിട്ട് തക്കാളിയും മുളകും കറിവേപ്പിലയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇനി ഇതുപോലെ ആ ഒരു മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഞങ്ങളിവിടെ ഡെയിലി മീൻ വാങ്ങും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കറിയുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉപ്പേരിക്കുള്ളതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചോപ്പറിലാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ചോപ്പർ വാങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ 2 വർഷമെങ്കിലായി. പക്ഷേ ഞാൻ ഇതുവരെയായിട്ടും എടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ എടുക്കാനുള്ളൊരു സമയം വന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചോപ്പറിലിട്ടിട്ട് ഉപ്പേരിക്കുള്ളതും കൂടെ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനത് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേഗം തന്നെ സെക്കൻഡ് ട്രിപ്പും ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു സവാള കേട്ടോ, ചെറുതാണ് ഇട്ടിട്ടുള്ളത്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേണമെങ്കിൽ പച്ചമുളക് നമുക്ക് ഈ സമയത്ത് ഇടാം. ഞാൻ പക്ഷേ ഇട്ടിട്ടില്ല, കാരണം കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ പച്ചമുളക് നല്ലപോലെ ചെറുതായിട്ട് കട്ടായി പോയി എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് കുറച്ച് കറിവേപ്പില മാത്രം ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും സവാളയും ക്യാബേജും കൂടെ അതും ഞാൻ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചിരകി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ആ ഒരു തേങ്ങയും കൂടെ ഞാൻ അതിനകത്തേക്ക് ചിരക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ കൈ വെച്ച് തന്നെ എല്ലാം കൂടെ ഒന്ന് തിരുമി യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ വലിയ കഷ്ണങ്ങളുണ്ടായിരുന്നു കേട്ടോ ചോപ്പറിൽ കട്ടാവാത്തത്. അപ്പോൾ അത് ഞാനങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കഷ്ണമൊക്കെ ഇവിടെ വെന്ത് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ സ്പൂണൊന്നും ഇട്ടിട്ട് ഇളക്കരുതെന്നാണല്ലോ പറയുന്നത്. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ, എനിക്ക് ഈ ചുറ്റിക്കുന്നതിനേക്കാളും ഇഷ്ടം ഈ സ്പൂൺ ഇട്ടിട്ട് 2 കുത്തു കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ തേങ്ങ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോളെ വിട്ട് വന്ന പാട് തന്നെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ അങ്ങനെ കറണ്ട് പോയെങ്കിലോ എല്ലാ പണിയും പാടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കറികൾക്ക് പച്ചക്കറിക്കും ഇതിനും വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ വേഗം തന്നെ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ കറണ്ട് ഇല്ല കേട്ടോ. ഞാനത് അരച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് വെളിച്ചത്തിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഏതായാലും കറണ്ടും ഒന്നുമില്ല, കറണ്ടും ഏതായാലും പോയി. ഞാൻ ഏതായാലും അരച്ച് വെച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി, എല്ലാം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി മുന്നിട്ട് നിൽക്കണമല്ലോ നമ്മുടെ കറീൻ്റെ ഉപ്പ്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങയ്ക്കകത്തോട്ട് കുറച്ച് പെരുംജീരകം ചേർത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഒരുപാട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂടെ പിരിഞ്ഞു പോകുന്ന പോലെ ഒരു ഇതായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു തിള വന്നപ്പോൾ തന്നെ നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത നമ്മുടെ ആ ഒരു ഉപ്പേരിയും കൂടെ നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ചട്ടി മാറ്റി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഇതുപോലൊരു ചീനച്ചട്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി അതിനകത്തേക്കൊന്ന് ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിത് മീൻ കറിക്കകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതായാലും നമ്മൾ ഒരു ചട്ടി ഇവിടെ ചൂടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിനി വേറെ എക്സ്ട്രാ ചൂടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു ടിപ്പും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ അതിനുള്ള കടുകും കൂടെ വറുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതാ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത്
നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിനി ബാക്കി കുറച്ചും കൂടെ പരിപാടികൾ ചെയ്യാനുണ്ട് കേട്ടോ. മോൾക്ക് വേണ്ടിയിട്ട് കറി, മോളുടെ സ്കൂളിലേക്ക് പച്ചക്കറികൾ മാത്രമേ പറ്റുള്ളൂ. അപ്പം മീനിൻ്റെ കറിയൊന്നും പറ്റില്ല. അപ്പം ഞാൻ അവൾക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് കൊടുക്കലാണ് ചെയ്യാറ്. ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് മാത്രമല്ല ചൂടോടുകൂടി ആകുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് കഴിച്ചോളൂ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ ഏതായാലും ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമ്മളിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് മോളുടെ കറിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മോൾക്കായതുകൊണ്ട് തന്നെ കുറച്ച് എരിവൊന്നും അധികം വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഇന്ന് ഈ ഒരു വെള്ളരിയും പരിപ്പും കൂടെ ഉള്ളൊരു കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വെള്ളരിയും ഇതുപോലെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പേരി ഒന്ന് ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കൊന്ന് മുങ്ങിയത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതൊന്ന് തോലൊക്കെ ഒന്ന് ചെത്തി അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ പച്ചക്കായ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു വെള്ളരിൻ്റെ സ്ഥാനത്ത് പച്ചക്കായ ആണെങ്കിലും മതി. ഇനി അതിനകത്തേക്ക് കുറച്ച് തക്കാളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ രാവിലെ നേരത്തെ മീൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്തൊരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ പരിപ്പ് ഇവിടെ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴുകി വൃത്തിയാക്കി ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പേരി ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു പച്ചക്കറി എല്ലാം കൂടെ ഞാനതുപോലെ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു എരിവ് അധികം വേണ്ട മക്കൾക്കായതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വലിയവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എരിവൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്ത് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കി കറക്റ്റ് ആണെന്നൊക്കെ എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇത് നമ്മുടെ ആ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇനി നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലെ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ സോയാബീനോ അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടറ്റോ ആണ് കൊടുക്കാറ്. അതാകുമ്പോഴേ എന്തെങ്കിലും ഒന്ന് കഴിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു സാധനം കഴിക്കില്ല മോള്. ഭയങ്കര മടിയാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് വെറും ഇതുപോലെ ഉപ്പും മഞ്ഞളും മാത്രമാണ് കേട്ടോ ഇതുപോലെ ഒന്ന് പുരട്ടി വെക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കറി ആകുമ്പോഴത്തേക്കും ഇതും ഒന്ന് ഉപ്പൊക്കെ പിടിച്ച് ഒന്ന് സെറ്റ് ആയിക്കോളും. അപ്പോഴത്തേക്കും നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇനി വേണ്ടത് അച്ഛന് ചോറ് വെക്കണം കേട്ടോ. അച്ഛൻ ഈ പ്രകൃതി ചികിത്സേൻ്റെ ഒരു ആളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചരിച്ചോറാണ് കഴിക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ പൊന്നിച്ചോറോ അല്ലെങ്കിൽ കുറുവച്ചോറോ അതൊന്നും കഴിക്കില്ല കേട്ടോ. പച്ചരീൻ്റെ ചോറാണ് അച്ഛന് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ അടുപ്പത്ത് മോക്കുള്ള ചോറ് അടുപ്പത്താണ് ഉള്ളത്. അപ്പോൾ അത് വിറകിൻ്റെ അടുപ്പിലാണ് വെക്കുക. അതൊന്നും നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാറില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് മോളുടെ ചോറ് ആവാനായിട്ടുണ്ട് ഏകദേശം. അപ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് സെറ്റാകാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് ഞാൻ അച്ഛൻ്റെ ചോറ് വെക്കുന്ന ആ ഒരു കലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ നമ്മുടെ എന്താ പറയുക കുക്കർ വിസിലൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും മോളുടെ ചോറ് ആയോ എന്ന് ഞാനൊന്ന് ഇടയ്ക്ക് ഇതുപോലെ വന്നൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആയിട്ടില്ല. അപ്പോൾ മോൾക്ക് ആയതുകൊണ്ട് മോൾക്ക് കടിച്ച് ചവച്ച് ഇറക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ. വിഴുങ്ങലാണ് മെയിനായിട്ട് പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് വേവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതവിടെ വെച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഏതായാലും ആ ഒന്ന് വേകുന്ന സമയത്തിന് ഞാൻ ആ ഉപ്പേരി ഒന്ന് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് ഇനി വേറെ ചട്ടി ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചീനച്ചട്ടി ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് എടുക്കുകയും കൂടെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിനകത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൂടി അതും കൂടെ സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം നമ്മൾക്കൊരു 3-4 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം ആയപ്പോഴത്തേക്കും അച്ഛന് കാപ്പിക്കുള്ള സമയമായിട്ടോ. ഏകദേശം 12 മണിക്കാണ് അച്ഛൻ കാപ്പി കുടിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ഫുഡിൻ്റെ ഒരു എന്താ പറയുക ലിസ്റ്റും ആ ഒരു കാര്യങ്ങളൊക്കെ ചിട്ട എന്ന് പറയുന്നത് ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ. ഓരോന്നിനും ഓരോരോ സമയമാണ്. അപ്പം അത് കാപ്പി എന്ന് പറയുന്നത് നമ്മുടെ കാപ്പിയൊന്നും അല്ല കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇതുപോലെ ശർക്കരയും വെള്ളവും കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് കേട്ടോ ഞങ്ങൾ ശർക്കര സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ശർക്കരേൻ്റെ മണം അടിച്ചപ്പോൾ എനിക്കൊരു കഷ്ണം കഴിക്കാൻ തോന്നിയിട്ട് ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മോളുടെ ചോറ് ഇതിവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് ഇവിടെ എന്താ വാർത്തിടാൻ വേണ്ടിയിട്ട് പോയതാണ്. എന്നിട്ട് അച്ഛൻ്റെ ചോറിൻ്റെ വെള്ളം എടുത്തിട്ട് ഇതുപോലെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് മോളുടെ ചോറ് ഇതുപോലെ ഒന്ന് വാർത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ക്യാമറയിൽ ഇതിൽ നോക്കുമ്പോൾ നല്ല വെളിച്ചമുണ്ട്. പക്ഷേ അല്ലാത്ത സമയത്ത് നോക്കുമ്പം അവിടെ ഒന്നും തീരെ വെളിച്ചം പോലും ഇല്ലായിരുന്നു കേട്ടോ. ഏകദേശം നമ്മുടെ ശർക്കരയും അതേപോലെ വെള്ളവും കൂടെ ഇതുപോലെ ഒന്ന് തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. കാപ്പിപ്പൊടി എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് ജീരകം, മല്ലി, അതേപോലെ തന്നെ ഉലുവ, ഇത് 3ഉം കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇത് സമാസമമൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ജീരകമാണ്, അതിലും കുറച്ച് മല്ലിയാണ്, പച്ചമല്ലിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഏറ്റവും കുറവ് ഒരു നുള്ളു മതി ഉലുവ. കയ്പധികമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെയുള്ള ആ ഒരു കാപ്പിയാണിത്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം.
എന്നിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ കുക്കർ അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ കുക്കറിൻ്റെ ആ പച്ചക്കറീൻ്റെതാണ് കേട്ടോ, മോക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോഴത്തേക്കും ഇതുപോലെ നല്ല പോലെ ഒന്ന് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാം പരിപ്പും ആ ഒരു വെള്ളരിയും ഒക്കെ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഏതായാലും തേങ്ങ അരച്ച് വെച്ചതുകൊണ്ട് ഇതിനൊക്കെ ഇടാൻ വേണ്ടി പറ്റി കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് തന്നെ എനിക്കറിയത്തില്ലായിരുന്നു. കാരണം കറണ്ട് പോയിട്ട് ഇത്രയും നേരമായിട്ടും കറണ്ട് വന്നിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴയുമാണ്. ഏതായാലും തേങ്ങ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മളതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തും കൂടെ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം വലിയവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു തിള വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് മാറ്റി കൊടുക്കാം. ഒരുപാടിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂടെ ഇങ്ങനെ പിരിഞ്ഞ പോലെ ആയി പോകും. അപ്പോൾ ഞാൻ ഇത് ആയിട്ടുണ്ട്, ഇതങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പച്ചക്കറിക്ക് കുറച്ചൊന്ന് കടുക് വറുത്തും കൂടി ഇടാം. എന്നാൽ പിന്നെ നമ്മുടെ ആ ഒരു പരിപാടിയും കൂടെ കഴിയുമല്ലോ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നടക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആ ഒരു പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള കടുക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഉള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂന്നും കൂടെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ആ ഒരു പച്ചക്കറിക്കകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ ഉള്ളീൻ്റെയും ആ ഒരു കറിവേപ്പിലേൻ്റെ ഒക്കെ കൂടെ ഒരു ഫ്ലേവർ വരുമ്പോൾ ആ ഒരു പച്ചക്കറി ഒരു അടിപൊളിയായിട്ടുണ്ടാവേ. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിനകത്തേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു പാനിനകത്തേക്ക് ചൂടായിട്ടിരിക്കുന്ന പാനാണ്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മാത്രം ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണ്. കടുകൊക്കെ പൊട്ടിക്കാൻ നേരത്ത് കടുക് പൊട്ടാൻ മാത്രം ഞാൻ ഒഴിക്കാറുള്ളൂ കേട്ടോ. ആ ഒരു വട്ടത്തിൽ മാത്രമാണ് ഒഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇതുപോലെ ആ ഒരു പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതാകുമ്പോൾ മോൾക്ക് 12:30 ആകുമ്പോഴത്തേക്കാണ് കേട്ടോ മോൾക്ക് ഈ ഒരു ചോറ് കൊണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ ഇന്ന് നേരം വൈകിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വേഗം ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് ഇത് ഇവിടെ കിടന്ന് അതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ആ സമയത്തിന് അച്ഛൻ്റെ ചോറ് നമുക്ക് അടുപ്പയിൽ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടുള്ള പച്ചരി ഞാനിത് അവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് വല്ല കല്ലോ മണ്ണോ നെല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് അടുപ്പത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാനിത് അതിനകത്തൊക്കെ കുറച്ച് നെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളച്ചെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകി ഒന്ന് റെഡിയാക്കാൻ വേണ്ടി വിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിത് കഴുകുന്നതിനിടയ്ക്കാണ് ഓർമ്മ വന്നത് നമ്മുടെ ആ ഒരു പൊട്ടറ്റോ ഏകദേശം കരിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ആ ഒരു ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് മുങ്ങിയത്. അപ്പോൾ ഞാനിനി വേഗം തന്നെ അരിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റാക്കി വരാണ്. സത്യം പറഞ്ഞാൽ ഈ അടുക്കളയിൽ നിന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഓട്ടം കാരണം ആരോ എന്തോ ഒരു കോമഡിയിലെങ്ങാനും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ നടന്നിട്ടുണ്ടെങ്കിൽ വല്ല ചൈനയിലും എത്തുന്നു. അതേപോലെ അവസ്ഥയാണ് കേട്ടോ. അങ്ങോട്ടും കയറി ഇങ്ങോട്ടും കയറി അങ്ങോട്ടും കയറി ഇങ്ങോട്ടും കയറി ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഏകദേശം നല്ല കേട്ടോ, ഞാനിവിടെ പച്ചരിയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും വെള്ളം തിളച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ആ സമയത്തിന് അച്ഛന് കണ്ണിൽ മരുന്നൊഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനിപ്പം നമ്മുടെ തിമിരത്തിൻ്റെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം ഒരാഴ്ച 1.5 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛന് കണ്ണിൽ മരുന്നൊഴിച്ച് കൊടുക്കണം. അപ്പം അതൊരു അറിയാലോ, ഇതൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞവർക്കറിയാം, 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കൂടുമ്പോൾ നമ്മൾ മരുന്നൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം പോയി മരുന്നൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേഗം വന്ന് അരി തിളച്ചിട്ടുണ്ടായിരുന്നു വെള്ളം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പച്ചരി ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ അടി പിടിക്കും. കാരണം ഇത് നമ്മൾ ഊറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്, ഇത് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് ചകിരിയൊക്കെ എടുത്ത് വെച്ച് ഞാൻ നേരെ താഴേക്ക് അപ്പുറത്തെ അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനിയുണ്ട് ബാക്കി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളിവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ പണി കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അടുത്ത ചീനച്ചട്ടി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതൊരു പഴയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് മീനൊക്കെ വറുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം അച്ഛന് 2 മരുന്ന് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനത് ചട്ടി അടുപ്പേ വെച്ചിട്ട് വേഗം വന്നിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വന്നതാണേ. എന്നിട്ട് രണ്ടാമത്തെ ആ ഒരു മരുന്നും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബോക്സ് നേരെ അലമാരേൻ്റെ മുകളിൽ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെയുള്ള 2 എണ്ണങ്ങൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതൊക്കെ എടുത്ത് അവർ കണ്ണിലൊഴിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും താഴെ വെക്കാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ ഒന്ന് സേഫായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരെ തിരിച്ചിങ്ങോട്ട് പോരുവാണേ. അപ്പോൾ ആ പോരുന്ന പോക്കിൽ മേശപ്പുറത്തൊരു കപ്പുണ്ട്, അതും എടുത്ത് ഞാനങ്ങ് പോരുവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം പപ്പയും മമ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ
കുറച്ച് വീട്ടിൽ നിന്ന് റംബൂട്ടാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം കഴിച്ച് ലാസ്റ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു അവസ്ഥയിലിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ 2 എടുത്ത് കഴിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പച്ചരിച്ചോറ് ഇവിടെ ഒന്ന് സെറ്റപ്പായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വീണ്ടും അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് 3 കഷ്ണം മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മോനും പിന്നെ മത്തി കോമൺ ആയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മത്തി. എനിക്ക് കൂടുതലും മത്തി വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. മത്തി അയലയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ. എനിക്കാണെങ്കിൽ മീൻ വളരെ നിർബന്ധമാണ്. മീനില്ലാതെ എനിക്ക് ചോറ് ഇറങ്ങത്തേയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് കുറച്ച് ഇതുപോലെ ഈ ഒരു മീനും ഞാനിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പരിപാടികളിലേക്ക് പോവാണ്. ഇതാണ് കേട്ടോ എൻ്റെ ചോപ്പർ. ഇതൊരു 2 വർഷം മുന്നേ എങ്ങനെ ഞാൻ വാങ്ങി വെച്ച ഒരു പീജോൻ്റെ ചോപ്പറാണ്. ഏതായാലും ഉപയോഗിച്ചപ്പം അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഏകദേശം വന്നിട്ടുള്ളത് 645 ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത്രയൊന്നും ആയിട്ടില്ലായിരുന്നു. ഞാൻ ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാനത് കുറേ നാൾ മുന്നേ വാങ്ങിയതാണ്. അപ്പോഴത്തേക്കും നമുക്ക് മോക്ക് ചോറ് കൊണ്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനതുപോലെ ടിഫിൻ ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ക്യാബേജിൻ്റെ ഉപ്പേരിയും ആ ഒരു പൊട്ടറ്റോയും ഞാൻ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒറ്റയടിക്കാൻ ആ പൊട്ടറ്റോ മാത്രം കഴിച്ച് തീർക്കും, ബാക്കി ചോറും അവിടെ ഇരിക്കും. അപ്പോൾ ഏകദേശം ഞാൻ ആ ഒരു പൊന്നീൻ്റെ ചോറാണ് കേട്ടോ ഇത്. മോക്ക് പൊന്നിച്ചോറാണ്, ഞങ്ങൾക്ക് കുറുവച്ചോറാണ്, അച്ഛന് പച്ചരിച്ചോറാണ് കേട്ടോ. 3 ചോറാണ് ഈ ഒരു അടുപ്പയിൽ വേവേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു പൊന്നിച്ചോറ് ഇതാ നല്ല ചൂടോടുകൂടി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ വെള്ളരിക്കറി അതും ഇതുപോലൊരു ബോട്ടിലിനകത്തേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ബാഗിനകത്തേക്ക് ആക്കി ഞാനിതൊന്ന് കൊടുക്കണം. കാരണം അവർക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉച്ചയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുക സാധാരണ. പിന്നെ അവർക്കൊരു ടവലും കൂടെ വെച്ച് കൊടുക്കണം. അവർക്ക് നിലത്ത് വിരിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടവലും കൂടെ ഞാനിതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് അടച്ച് വെച്ച് നമുക്കിതൊന്ന് കൊടുക്കാം. അപ്പോൾ ആ സമയത്തിന് ഞാൻ മീനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടാമത്തെ സൈഡ് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഓഫാക്കിയിട്ടാലും കുഴപ്പമില്ല. ഞാൻ പോയി തിരിച്ച് വരുമ്പം ആ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണല്ലോ, ചീനച്ചട്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചൂടിൽ ഇതൊന്ന് കുക്കായിക്കോളും. അപ്പം ഞാനിത് ഓഫാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂടിയിട്ടില്ല. കാരണം അതിൻ്റെ ആ വെള്ളം മുഴുവൻ അതിനകത്തേക്ക് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ഞാൻ ഈ ഒരു ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ മോക്ക്. അപ്പോൾ 2-3 ദിവസം നല്ല വെയിലായിരുന്നു. പക്ഷേ ഇന്നെന്തോ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുട ഉണ്ടല്ലോ, ഇത് എൻ്റെ കുടയല്ല, ഇവിടെയുള്ള ആരുടെയും കുടയല്ല കേട്ടോ. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കുടയാണ്. അത് ഹസ്ബൻഡിൻ്റെയും അനിയൻ്റെയും ഒക്കെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. എല്ലാവരുടെ ഫ്രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഏതായാലും അവന് കുട ഇവിടെ മറന്നു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ടോ ഇങ്ങനത്തെ ഒരു കുട അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് ഇതും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. കിട്ടിയത് ഹസ്ബൻഡിൻ്റെ ചെരുപ്പാണ് കേട്ടോ. അതും ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല, എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചെരുപ്പിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ ചെരുപ്പ് വിട്ട് പിന്നെ ഏതായാലും ഞാനത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. റോട്ടുമേലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നോക്കുന്നത് 2 സൈഡും ഞാനൊന്ന് നോക്കൂ കേട്ടോ, വണ്ടി വരുന്നുണ്ടോ എന്നല്ല ഞാൻ നോക്കുന്നത്. ഇവിടെ ഭയങ്കര നായ്ക്കളുടെ ശല്യമാണ് കേട്ടോ. അപ്പോൾ അത് ഒന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പറയുക, ഒരു 4 ഡോസ് വാക്സിനേഷൻ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം 1.5 മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് വാക്സിനേഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് കേട്ടോ ഞാൻ പോവാറുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ ഇതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണ് വീഡിയോസൊന്നും ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ അമ്മ ഇതുപോലെ ഒന്ന് മഴയത്ത് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ റോട്ടുമേലെ ഒന്ന് വീണിട്ട് കാല് ചെറുതായിട്ടല്ല കേട്ടോ, ഒന്ന് പൊട്ടലൊക്കെ സംഭവിച്ചു. അങ്ങനെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റെസ്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും പണികളൊക്കെ ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടെ ഷെയർ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഇത്രയും പണികളൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം അതെല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഇത്രയും പണികളൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് എനിക്കിപ്പം റെസിപ്പി വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കിതുപോലെ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം അതിനുള്ളൊരു സാഹചര്യം അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ നമ്മുടെ കൈവിട്ട് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂൾ ഇതല്ല കേട്ടോ, ഇതിൻ്റെ ബാക്കിലാണ് മോളുടെ സ്കൂളുള്ളത്. അപ്പം അവൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ കൂടെ തിരിച്ചിങ്ങോട്ട് പോരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ദിവസമൊക്കെ ഇതുപോലെ കൊടുത്ത സമയത്ത് അവൾ എന്നെ കണ്ടപ്പോഴത്തേക്കും കരഞ്ഞ് കാറി എൻ്റെ കൂടെ തന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നു കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ സ്കൂളിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെ കൊളുത്തിടാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കൊളുത്തിടുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് അവിടെ തുറന്നാണ് കിടന്നത്. അപ്പം ഈ വീട്ടിലത്തെ ഇത് ഞങ്ങളുടെ കുടുംബക്കാർ തന്നെയാണ് കേട്ടോ. ഇതൊരു ആൻറ്റീൻ്റെ വീടാണ്, ഒരു മേമയാണ്. ആ മേമ ആണ് സാധാരണ കൊണ്ട് കൊടുക്കാറ് കേട്ടോ. അതായത് വാതിൽ തുറന്നാണ് കിടക്കുന്നതെങ്കിൽ ഈ മേമ കൊണ്ട് കൊടുത്തോളും. അങ്ങനെ ഞാൻ അവിടെ വെച്ച് മേമയുടെ കയ്യിൽ കൊടുത്ത് മേമ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചു വരുവാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് നായ്ക്കളുണ്ടോ എന്നാണ് കേട്ടോ. അതാ ആ മൂലയ്ക്ക് ഒരാൾ നിൽപ്പുണ്ട്. ഈ ഏരിയയിൽ ഭയങ്കര നായ്ക്കളുടെ ശല്യമാണ് കേട്ടോ. ഒരെണ്ണമൊന്നുമല്ല വരാറ്, ഒരു 3-4 എണ്ണമൊക്കെ ഒന്നിച്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിയാണ്. അങ്ങനെ ഏതായാലും ഞാൻ ഇതൊക്കെ കൊടുത്തിട്ട് തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ മേമാന്ന് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട് ഐശ്വര്യ. ആൾക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ആളുടെ യൂട്യൂബ് ചാനൽ ഐശ്വര്യ ഫുഡ് വേൾഡ് എന്നായിരുന്നു ആദ്യം. ഇപ്പം ലൈഫ് ഓഫ്, സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയിട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊക്കെ അതിൽ കയറിയിട്ടൊന്ന് അവളെയും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തിരിച്ചിങ്ങ് പോരുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഐശ്വര്യൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ മേമ എന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. കാരണം ഞങ്ങളൊക്കെ ആൻറ്റിമാർ എന്നാണ് പറയാറുള്ളത്. പക്ഷേ അവൾക്ക് അവളുടെ വീട്ടിലൊരു ഷബ്ന എന്ന് പറഞ്ഞിട്ടൊരു മേമ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവൾ പറഞ്ഞു തന്നു, ഇതാണ് കേട്ടോ ഷബ്ന മേമാന്ന്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താലും വായിൽ വരുന്നത് മാമ എന്നാണ് കേട്ടോ. മാമ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ പറയുന്നത് പശുവിൻ്റെ കുട്ടീനെയാണ് പറയുന്നത് മാമ. അപ്പോൾ എനിക്ക് എന്തായാലും ശബ്നമാമ എന്നാണ് കേട്ടോ വായിൽ വന്നിട്ടുണ്ടായിരുന്നത്. എത്രയായിട്ടും എനിക്ക് തിരിച്ചങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും മേമ എന്ന് പറയുമ്പം എനിക്ക് ആ ഒരു ശബ്നമേമനെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് വന്നേ. അപ്പോൾ ഞങ്ങളുടെ കിണർ ആ ഒരു കാറിൻ്റെ അപ്പുറത്താണ് കേട്ടോ കിടക്കുന്നത്. ഈ റോട്ടിൽ കൂടെ പൈപ്പ് വന്നിട്ട് ഈ ഒരു നമ്മുടെ വീട്ടിലേക്കാണ് എന്താ പറയുക, കിണറിൽ നിന്ന് വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കറണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെള്ളം എടുക്കണമെങ്കിൽ അവിടെ പോകണം. അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മോട്ടർ അടിച്ചാലും ഇങ്ങോട്ട് പോന്നോളും. അപ്പോൾ ഏതായാലും ഇതുപോലെ ഈ ഒരു ഇതിന് എന്തോ പറയുമല്ലോ, അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചത് മോനാണ് കേട്ടോ. അപ്പോൾ മോൻ രാവിലെ സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുന്നേ വേഗം കുളിക്കുമല്ലോ നേരത്തെ. അവനാണ് ആദ്യം കുളിക്കുന്നത്. അപ്പോൾ അവൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഇത് നിറച്ച് ഇവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതിന് തൊട്ട് മുന്നേ ആണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോവാറ്. അപ്പോൾ അതിന് മുന്നേ അവൻ കുളിക്കുന്നതുകൊണ്ട് അവനാണ് കേട്ടോ ഇതൊക്കെ നിറച്ച് ഇതൊന്ന് സെറ്റാക്കി വെക്കുന്നത്. സാധാരണ ഇത് അമ്മയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ രാവിലെ എണീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാനിപ്പം ലേറ്റായിട്ട് കുളിക്കുന്നതുകൊണ്ട് മോനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ വേഗം വന്ന് എന്താ പറയുക, നമ്മുടെ ചോറ് വെള്ളം വറ്റിയോ എന്തായി എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളം വറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കിനി അച്ഛനുള്ള കറി വെക്കണം. ഈ കറിയാണ് കേട്ടോ നിങ്ങൾ കാണേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെയാണ് എൻ്റെ ഈശ്വര കഴിച്ചിറക്കുന്നതെന്ന് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും കഴിയില്ല ഇതൊക്കെ കൂട്ടിയൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തോ അച്ഛന് ഈ ഒരു പ്രകൃതി ചികിത്സയിൽ വന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ടായിരിക്കണം ഈ ഒരു കാര്യങ്ങളും ഇതുപോലെയൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു പച്ചക്കറി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് പച്ചക്കറി ഈ ജൈവ വളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രമുള്ള പച്ചക്കറി ഉണ്ടല്ലോ, അങ്ങനത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. തക്കാളിക്കൊക്കെ 120 രൂപ ഇങ്ങനെയാണ് കിലോയ്ക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല വിലയുണ്ട് ഈ ഒരു പച്ചക്കറിക്ക്. ആ ഒരു ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം മതി അച്ഛന് കറി. അപ്പോൾ ഇതുപോലൊരു 2-3 വെണ്ടയ്ക്കയും അതേപോലെ തന്നെ ഇന്നലെ എടുത്ത ഒരു ബാക്കി ഒരു പീസ് ഉണ്ടായിരുന്നു തക്കാളി, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു 3-4 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപ്പേരിക്കും കറിക്കും വേണ്ടിയിട്ട് 2-3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളക്കാന്താരി, വലിയ വെള്ളക്കാന്താരിയാണ് കേട്ടോ, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് നേരെ ഫ്രിഡ്ജിനകത്തേക്ക് തന്നെ തിരിച്ചു വെച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ഇതൊന്ന് കഴുകി അതൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്കും അച്ഛൻ്റെ ചോറ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ തീരെ ഒരു വെളിച്ചമില്ലാതായി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും കൂടെ വറ്റി ഇത് നമ്മളുടെ ആ ഒരു ചോറിൻ്റെ പോലെയൊക്കെ ആയി വന്നോളും. അപ്പോൾ ആ ഒരു കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് അതൊന്ന് വറ്റട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഇത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ഛന് വേണ്ടിയിട്ടുള്ള കറിക്കുള്ളതൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതുപോലെ വെണ്ടയ്ക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ 2 മുളകും കൂടെ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു തക്കാളീൻ്റെ ചെറിയൊരു പീസാണ്, അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേഗം നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ഉപ്പേരിക്ക് അരിഞ്ഞ് ഉപ്പേരിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഞാനിവിടെ നമ്മൾ മീനൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മാറ്റി കൊടുത്തിട്ട് നമ്മൾ അച്ഛന് കറി വെക്കുന്ന ചട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക്
അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആ ഒരു വെണ്ടയ്ക്ക ഒന്ന് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു 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 പശയുണ്ടല്ലോ അതിന്, ആ ഒരു കൊഴുപ്പ്. അപ്പോൾ അത് നല്ലപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കുകയാണെങ്കിൽ ആ ഒരു കൊഴുപ്പ് അധികമില്ല. അപ്പം ഇത് ഒന്ന് വാടി വന്നതിന് ശേഷം ആ ഒരു തക്കാളിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മുളകും ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇതുപോലെ ഒന്ന് വാടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊരു പുളിരസം ഉണ്ടാവും. അതല്ലാതെ നേരിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ എന്തോ ഒരു കുറച്ച് ഒരു പുളിരസം പോലും ഇല്ലാത്ത പോലെ ആയി പോകും കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കിടന്നൊന്ന് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉപ്പേരിക്കുള്ള ആ ഒരു കോവയ്ക്കയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ എനിക്ക് ഈ ഒരു ബോർഡിലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും എളുപ്പം നമ്മളിതുപോലെ ഈ ഒരു ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് അരിയുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ് ഈ ഒരു കത്തിക്ക് കുറച്ച് മൂർച്ച കുറവഞ്ഞ പോലെ തോന്നി. അപ്പോൾ ഞാൻ ഈ ഒരു നമ്മൾ അമ്മിക്കല്ലുണ്ടല്ലോ, നമ്മുടെ ചതയ്ക്കുന്ന സാധനം, അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മൂർച്ചയൊക്കെ കൂട്ടുന്നത്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് മൂർച്ച കൂട്ടി എന്നിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ ഇത് നല്ല സുഖമായിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു 3, 4, 5 വെണ്ടയ്ക്ക മതി അച്ഛന് ഉപ്പേരിക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടെ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരെണ്ണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പഴുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം അതെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പടി ഇങ്ങനെ ഇതിനും ഉണ്ടല്ലോ ഒരു 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 എന്താ പറയുക, ഒരു ഇങ്ങനെ പശ പോലത്തെ ഒരു സംഭവം. അപ്പോൾ പഴുത്തതും കൂടെ ആകുമ്പം ഒരുപാട് കൂടി നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പഴുത്തത് എടുത്തില്ല, ബാക്കി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായതും അല്ല. എന്നാലും വേണ്ടില്ല, അത് ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റി. പിന്നെ ആ ഒരു പച്ചമുളകും കീറിയിട്ടിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു വെണ്ടയ്ക്കയും തക്കാളിയും മുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ആ ഒരു മഞ്ഞളും ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഒന്ന് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്കൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ്. വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ മാത്രം മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ അച്ഛൻ്റെ കറിക്ക്. അതായത് വേറെ ജീരകമോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു കുറുകിയ രീതിയിലുള്ള ഒരു ചാറാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അച്ഛന് പ്രഷർ കുറച്ച് ഉള്ളത് കൊണ്ടാണ് ഉപ്പൊന്നും ഉപയോഗിക്കാത്തത്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇന്ദുപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം പച്ചക്കറി ആണെങ്കിലാണ് ഇന്ദുപ്പ് ചേർക്കാറ്. അപ്പം അച്ഛന് മീൻകറി ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാറുണ്ട്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മീൻകറിക്കൊന്നും ഇന്ദുപ്പ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അതായത് പച്ചക്കറിക്ക് മാത്രമാണോ ഇന്ദുപ്പ് ചേർക്കുന്നത്, മീനിനൊക്കെ ചേർക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് ഇന്ദുപ്പ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു രസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരുപാടൊന്നും തിളയ്ക്കേണ്ട. ഒരുപാട് തിളച്ചാൽ എല്ലാം കൂടെ അങ്ങോട്ട് പിരിഞ്ഞു പോകുന്നൊരവസ്ഥയാവുമല്ലോ. അപ്പോൾ ചെറിയൊരു തിള വരുന്ന സമയത്ത് തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫാക്കിയിട്ട് ഇതുപോലൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോണായിരുന്നു. ആ സമയത്ത് പെട്ടെന്നാണ് കേട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചാർജ് ഏകദേശം 18% ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനത് മാറ്റിയിട്ട് വേറെ പഴയ ഫോണിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയിട്ട് അതൊന്ന് കുത്തിയിട്ടു. അപ്പോൾ അത് രാവിലെ തന്നെ കറണ്ട് പോയതായിരുന്നല്ലോ. അപ്പോൾ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേഗം വന്ന് എല്ലായിടത്തും ഓഫാക്കി ഞാൻ നേരെ തിരിച്ച് അടുക്കളയിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ നല്ലപോലെ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം തന്നെ ഞാൻ ആ ഒരു കറി ഇതിനകത്തേക്കൊന്ന് ഈ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ ഒരു ബൗളാണ് കേട്ടോ അച്ഛൻ്റെ ഒരു അളവ് പാത്രം എന്ന് പറയുന്നത്. ഈ ഒരു ബൗളിന് നിറച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് കറി കറക്റ്റാണെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അങ്ങനെ ഞാൻ ഇതിനകത്ത് കറക്റ്റ് എങ്ങനെ കറക്കി കുത്തിയാലും കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ ഈ ഒരു അളവ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതിനകത്ത് നിറച്ചും ഇതുപോലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വറവിടുവോ അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല, ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ദുപ്പിപ്പം കറക്റ്റ് കുറച്ച് ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഉപ്പ് പോലും ഇല്ലാതെയാണ് കേട്ടോ കഴിക്കാം. അങ്ങനെ അത് മൂടി വെച്ച് ഞാനതൊന്ന് സെറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ഛനുള്ള ആ ഒരു ഉപ്പേരിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതും ആ ഒരു സെയിം നമ്മുടെ ചീനച്ചട്ടിക്കകത്ത് തന്നെയാണ് കേട്ടോ. അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് കടുകൊന്നും വേണ്ട. നമ്മളിതുപോലെ ആ ഒരു വെണ്ടയ്ക്ക അരിഞ്ഞത് മാത്രം ഒന്ന് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ വെണ്ടയ്ക്കയും ആ ഒരു പച്ചമുളകും ഉണ്ട് കേട്ടോ.
എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഉപ്പിടണ്ട, ഇതിനകത്തേക്ക് തീരെ ഉപ്പിടാറില്ല. അപ്പോൾ ആ ഒരു ഉപ്പ് പോലും ഇടാതെ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ആ ഒരു എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് ഇതൊന്ന് വാടി വരണം. ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ആ ഒരു ആവിയിലങ്ങോട്ട് വെന്തോളൂ കേട്ടോ. അപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്, കറണ്ട് വന്നപ്പം സെക്കൻഡ് ട്രിപ്പ് ഡ്രസ്സ് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം മെഷീനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ ഇതൊന്ന് പിടിച്ചു പോകുമല്ലോ. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്, കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി അതൊന്ന് ശരിയാക്കി എടുക്കാം. അപ്പോഴത്തേക്കും പാത്രമൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇത് കരിഞ്ഞു പോയതല്ല കേട്ടോ, ഈ ഒരു കളറിൽ ആയി വന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്, എന്നാലോട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളൊന്നും വെന്തിട്ടുമില്ല. അപ്പോൾ ഞാനതിൻ്റെ ആ ഒരു ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് അതൊന്ന് മൂടി വെച്ചു. അപ്പോൾ ആ ഒരു ആവിക്ക് അങ്ങോട്ട് വേവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുത്തെ ആ ഒരു കൗണ്ടർ ടോപ്പും അതേപോലെ പാത്രങ്ങളും ഒക്കെ കഴുകി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ മുകളിലത്തെ ആ അടുക്കളയും ഇതേപോലെ തന്നെ ഇവിടുത്തെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് അടിച്ചും കൂടെ വാരിയിട്ടാൽ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാനിവിടെ വൈകുന്നേരം നാളത്തേക്കുള്ള അരിയൊക്കെ ഇവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. നാളെ ദോശയ്ക്കുള്ളതാണ്, അത് ഞാനിവിടെ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതൊന്ന് അടിച്ച് നിലത്തോട്ട് ഇട്ടതൊക്കെ ഒന്ന് അടിച്ചൊക്കെ ഒന്ന് വാരി ഒന്ന് റെഡിയാക്കിയാൽ നമുക്ക് വേഗം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ആദ്യം ഇതൊന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പം ഞാൻ വേഗം 2 അടുക്കളയും ഒന്ന് അടിച്ച് വാരി നേരെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അപ്പോഴത്തേക്കും നമ്മുടെ മെഷീനകത്തെ നമ്മളെന്താ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഒന്ന് തിരിച്ചൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വേഗം അടിച്ച് വാരി എന്നിട്ടൊരു പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്, കൈയൊക്കെ കഴുകിയിട്ട്. അപ്പോൾ മെഷീനകത്ത് പൈപ്പ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ കുറച്ച് നേരം ഒന്ന് നോക്കി നിന്നത്. അപ്പോൾ വെള്ളം ഒന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഓണാക്കിയിടാം. അപ്പോഴത്തേക്ക് ചോറ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ആ മെഷീനിലുള്ളത് ഒന്ന് റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ വേഗം ചോറും എടുത്ത് ഇതുപോലെ കറിയും ആ ഒരു മത്തി വറുത്തതും നമ്മുടെ ക്യാബേജിൻ്റെ ഉപ്പേരിയും പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ചോറിനേക്കാളും കൂടുതൽ എന്ന് പറയുന്ന രീതിയിൽ ഉപ്പാണ് കേട്ടോ. എന്നാൽ പ്രഷർ വന്ന് ചാവുന്നതെന്ന് അറിയത്തില്ല, എന്നാലും എനിക്ക് ഉപ്പ് വേണം കേട്ടോ. എനിക്ക് പാത്രത്തിൻ്റെ സൈഡിൽ ഉപ്പില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ ഞാൻ നേരെ ഇതൊക്കെ എടുത്ത് നേരെ ഡൈനിങ് ടേബിളിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോകുന്ന പോക്കിന് കുറച്ച് ചൂടുവെള്ളം കൂടെ വേണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ കഴിക്കുന്നത്, കാരണം അച്ഛന് ഇപ്പോൾ കഴിക്കാനൊന്നും ആയിട്ടില്ല. അച്ഛന് എല്ലാത്തിനും കറക്റ്റ് ഒരു ടൈമിംഗ് ഉണ്ട്. അതായത് രാവിലെ കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഭക്ഷണം, അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് 6 മണിക്കൂറെങ്ങാണ്ട് കഴിഞ്ഞിട്ടാണ് ചോറ് കഴിക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു ടൈമുണ്ട്. അപ്പം അതനുസരിച്ചാണ് അച്ഛൻ കഴിക്കുള്ളൂ. അപ്പം അച്ഛന് ടൈം ആകുമ്പോൾ അച്ഛന് കഴിക്കും. അപ്പം ഞാൻ ഏതായാലും വെള്ളമൊക്കെ എടുത്ത് ഞാനും നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാനിനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണാവേ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്, ചോറൊന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം കേട്ടോ. ഒന്നെങ്കിൽ എന്തെങ്കിലും മിഠായിയോ അല്ലെങ്കിൽ ബേക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം എനിക്ക് കഴിക്കണം. അപ്പോൾ ഏതായാലും ഇവിടെ റംബൂട്ടാൻ ഇരിപ്പുണ്ടല്ലോ. അപ്പം ഞാൻ വന്നിട്ട് റംബൂട്ടാനൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മെഷീനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഡ്രയറിനകത്ത്. അപ്പോൾ ഞാൻ ഇത് ഡ്രയറിനകത്ത് തുണിയൊക്കെ ഒന്ന് ഉണങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുകളിൽ കൊണ്ട് വിരിച്ചിടുക വേണം കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് നേരെ മുകളിൽ കൊണ്ട് വിരിച്ചിടാൻ വേണ്ടി പോവുകയാണ്. റംബൂട്ടാനൊക്കെ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് ശേഷമാണ് കേട്ടോ ഞാൻ തുണി എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മുകളിൽ കൊണ്ടിടുകയാണ്. അപ്പോൾ ഇന്ന് വെയിലൊന്നുമില്ല, നല്ല മഴയാണ്, കണ്ടില്ല, നല്ല വെള്ളമാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല വഴുക്കാണ്. അപ്പോൾ ഏതായാലും ഇവിടെ ആരെങ്കിലും തെന്നിയടിച്ച് വീഴാത്തത് ഭാഗ്യം. അപ്പോൾ ഇത് അത്രയും നല്ല വഴുക്കാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് മണലെന്തോ ഇട്ട് കൊടുത്തിട്ടുണ്ട് തെന്നി വീഴാതിരിക്കാൻ വേണ്ടി. അവിടെയാണ് ഞങ്ങൾ വെയിലുള്ള സമയത്ത് തുണി ഇതുപോലെ പുറത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലെ എന്തോ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മണലാണോ എന്തോ ഒരു കല്ലോ എന്തോ സാധനം ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് തെന്നി വീഴില്ല, ചെരുപ്പിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തെന്നാതിരിക്കാനും കൂടെയാണ്. ഇത് മോനാണ് കേട്ടോ ഇതുപോലെ ഒരു കവറിനകത്ത് എന്തോ ഒന്ന് നട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലത്തെ ട്രിപ്പ് അലക്കിയിട്ടതൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട്, ഉണങ്ങിയിട്ടോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ വേഗം ഒന്ന് വിരിച്ചിടുകയാണ്. ഈ നിലത്ത് മുഴുവനും ഒരു വൈറ്റ് കളറിലൊരു വര ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, മക്കൾ വണ്ടി ഓടിക്കാനുള്ള ട്രാക്ക് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇവർക്ക് എന്തെങ്കിലും ഒരു പെയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഏരിയ ആണ് ഇവിടെ വന്നിട്ടാണ് അവർ എല്ലാ പരിപാടികളും ഒപ്പിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ട്രാക്ക് അവരുടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്കാക്കി ഇട്ടേക്കുന്നതാണ്. അങ്ങനെ ഏതായാലും ഞാൻ തുണിയൊക്കെ ഒന്ന് വേഗം വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ഇവിടെ നോക്കി എന്നെ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടേ, കണ്ടോ.
ഞാൻ സാധാരണ രാവിലെ തുണി വിരിച്ചിടാൻ വരുമ്പോഴാണ് ഞാൻ ഇവർക്ക് ഫുഡ് കൊടുക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഈ ഒരു മൂലക്കിലേക്ക് വന്നിട്ടുണ്ടേ, കണ്ടില്ലേ. അപ്പോൾ ഞാൻ വേഗം അത് ഫുഡ് തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ള ഫുഡ് അവർക്കൊന്ന് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഈ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലത്തെ ഈ ഒരു കളറുള്ള മീനുകൾ. അപ്പോൾ ഇതിന് മുൻപ് ഇതിനകത്ത് നമ്മുടെ എന്തായിരുന്നു അതിൻ്റെ പേര്, ഓസ്കാർ, ആ മീനായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ താഴത്തെ ഒരു ചെറിയൊരു കുളമുണ്ട്, അപ്പോൾ അതിനകത്തേക്ക് മാറ്റി കൊടുത്തു. എന്നിട്ട് ഞാൻ എന്നിട്ട് ഇതിനകത്തേക്ക് ഇതുപോലത്തെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള മീനുകളെ കൊണ്ടിട്ടതാണ് കേട്ടോ. അപ്പം ആ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ മാത്രമാണ് ഈ ഒരു പായൽ നിൽക്കുന്നത്. വെള്ളമൊക്കെ നല്ല ക്ലിയർ ആണ് കേട്ടോ. ഇതിവിടെ വെയിൽ നല്ലോണം അടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു പായൽ പിടിക്കും. അപ്പോൾ ഇനി ഇത് സൺഡേ ഉള്ള ദിവസങ്ങളിലൊക്കെയാണ് കേട്ടോ ഹസ്ബൻഡും മോനും കൂടെ ഇതൊന്ന് വൃത്തിയാക്കുന്നത്. അപ്പം ഏതായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം കൂടെ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിത് ഉള്ള ഫുഡ് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ആ ഒരു ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. രാവിലെ തന്നെ വന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. അതൊരു പ്രത്യേക ഒരു നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ടല്ലോ, മീനുകളെയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജീസൊക്കെ ഇവർ വലിച്ചെടുക്കുന്നതാണല്ലോ പറയുന്നത്. എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഏതായാലും ഞാനിങ്ങനെ കുറച്ച് നേരം അവരെയൊക്കെ നോക്കിയിരിക്കാറുണ്ട്, എന്നിട്ടാണ് താഴോട്ട് പോവാറ് കേട്ടോ. അപ്പോൾ ഏതായാലും അവരൊക്കെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ. ഇനി നമുക്ക് നേരെ ബക്കറ്റൊക്കെ കൊണ്ട് താഴെ കൊണ്ട് വെക്കണം. അപ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ സമയം ഏകദേശം 2 മണിയാവും കേട്ടോ. 2 മണിക്കാണ് ഞാൻ എൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ തീർത്ത് വേഗം പോവുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ടവലൊക്കെ ഞാൻ ഇതിനകത്താണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. അതായത് പാറി പോകണ്ടെന്ന് വിചാരിച്ചിട്ടും കൂടെയാണ്. അപ്പോൾ ഞങ്ങളുടെ പൂജാ റൂം പോലത്തെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. മുകളിലേക്ക് കയറുന്നതിൻ്റെ ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെയാണേ. അപ്പം ഞങ്ങൾ വേഗം കൊണ്ട് ബക്കറ്റൊക്കെ തിരിച്ചു കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും കണ്ടില്ലേ കറക്റ്റ് സമയം 2 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോർട്സ് ഇടാനുള്ള എന്താ പറയുക തിരക്ക് മൂലം ഞാൻ വേഗം ബക്കറ്റ് അവിടെ കൊണ്ട് വെച്ചിട്ട് വേഗം ഞാൻ തിരിച്ചും കൂടി പോകുന്നതാണേ. അപ്പം നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഫോണിൽ ഏകദേശം ചാർജൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ തിരിച്ചിങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവിടെയൊക്കെ കറക്റ്റ് 2 മണിയായിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ ഹാപ്പി ബർത്ത്ഡേയുടെ, ഇത് മോളുടെ ബർത്ത്ഡേക്ക് ഒട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഇതുവരെ പറിച്ച് കളഞ്ഞിട്ടില്ല. അതാകുമ്പം എല്ലാവരുടെ ബർത്ത്ഡേക്കും ഇവിടെ വന്ന് കേക്ക് മുറിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എല്ലാ പരിപാടികളും കൂടെ ഒന്നിച്ച് കഴിയാനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് ഇതുവരെ പറിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ ഈ ഒരു നിലമൊക്കെ. അപ്പോൾ ഇനി ഇവിടെ 3:30 ആകുമ്പോഴത്തേക്കും ഇവിടെ 2 കാക്കരി പൂക്കരികൾ വരും. അപ്പോഴത്തേക്കും ഇവിടെയൊക്കെ നല്ല വൃത്തികേടും ആക്കിക്കൊണ്ടിട്ടുണ്ടാവും. എത്ര ആയാലും ശരി അവർ വൈകുന്നേരം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്കറിയാൻ പാടില്ല എൻ്റെ ഈശ്വര എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് വലിച്ചു വാരി ഇടുന്നതെന്നുള്ളത് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവർ നിൽക്കുമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ടി വിയും കണ്ട് ഈ ഒരു സോഫയിലാണ് അവരുടെ ഇരിപ്പും കിടപ്പും കഴിക്കലും ഒക്കെ കേട്ടോ. പക്ഷേ ഫുഡ് കഴിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല അവിടെ ഇരുന്നിട്ട്. ഇനി ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇതാണ് എൻ്റെ കൊച്ചു സാമ്രാജ്യം. ഇവിടെ ഞങ്ങളുടെ ബെഡ്റൂമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ മോള് ആനിമൽസിൻ്റെ പേരൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വിരിച്ച ആ ഒരു സമയത്ത് എപ്പം വന്നിട്ടും ഇതെന്ത് സാധന ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ ചോദിച്ചതുകൊണ്ട് അവൾ ഇപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാം പഠിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. റെസിപ്പി വീഡിയോസൊക്കെ ഇനി എന്നാണ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. ടൈം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അപ്പം ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.